BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ഡിസംബർ 22 മുതൽ 25 വരെ ബഹ്റൈനിൽ നടന്ന അറബ് സാമൂഹിക കാര്യമന്ത്രിമാരുടെ കൗൺസിലിന്റെ 44ാമത് സെഷൻ സമാപിച്ചു. അറബ് ലീഗിന്റെ സഹകരണത്തോടെ ബഹ്റൈനിലെ സാമൂഹിക വികസന മന്ത്രാലയം സംഘടിപ്പിച്ച പരിപാടിയിൽ അറബ് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും അന്താരാഷ്ട്ര സംഘടനകളുടെ പ്രതിനിധികളും പങ്കെടുത്തു. മന്ത്രി ഒസാമ അൽ അലവി പങ്കെടുത്തവർക്ക് നന്ദി അറിയിക്കുകയും 2030 സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി സാമൂഹിക വികസനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ബഹ്റൈന്റെ പ്രതിബദ്ധത വ്യക്തമാക്കുകയും ചെയ്തു. സാമൂഹിക സേവനങ്ങളിലെ സാങ്കേതിക പുരോഗതിയുടെ പ്രാധാന്യവും സാമൂഹിക സംരക്ഷണം മെച്ചപ്പെടുത്തുന്നതിനുള്ള സംയോജിത ശ്രമങ്ങളുടെ ആവശ്യകതയും അദ്ദേഹം യോഗത്തിൽ വ്യക്തമാക്കി. ബഹ്റൈനിലെ ജീവകാരുണ്യ കലാസാംസ്കാരിക സംഘടനയായ ലൈഫ് ഓഫ് കെയറിംഗ് ബഹ്റൈന്റെ 53ാമത് നാഷണൽ ഡേ കലവറ പാർട്ടി ഹാളിൽ വെച്ച് നടത്തി. അതിഥിയായി EV രാജീവൻ, സയ്യിദ് ഹനീഫ്, അൻവർ നിലമ്പൂർ, അജിത്ത്, അജീപ് ജോയ്, സുനീഷ് സന്തോഷ് എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ പ്രസിഡന്റ് ശിവാംബിക അധ്യക്ഷത വഹിച്ചു. ബഹ്റൈൻ സെക്രട്ടറി മുന്താസ് സ്വാഗതം പറഞ്ഞു. എക്സിക്യൂട്ടീവ് മെമ്പർമാരും കോർഡിനേറ്റർ ലതിക, പ്രോഗ്രാം കൺവീനർ സരിത വിനോദ്, ജോയിന്റ് സെക്രട്ടറി ശ്യാമ, ട്രഷറർ ലക്ഷ്മി സന്തോഷ്, പ്രോഗ്രാം കോർഡിനേറ്റർ ലിസി, PML പ്രസിഡന്റ് ഷെറിൻ, ജാസ്മിൻ, ഷീബ, റൂബി, ജമീല എന്നിവർ സംസാരിച്ചു. മറ്റ് ഗ്രൂപ്പ് മെമ്പർമാരും പങ്കെടുത്ത ചടങ്ങിൽ ജനറൽ കൺവീനർ അമ്പിളി ഇബ്രാഹിം ചടങ്ങിൽ നന്ദി പറഞ്ഞു. മലയാള സാഹിത്യത്തിലെ അതുല്യ പ്രതിഭ MT വാസുദേവൻ നായരുടെ നിര്യാണത്തിൽ ബഹ്റൈൻ മലയാളി കുടുംബം അനുശോചനം രേഖപ്പെടുത്തുന്നതായി പ്രസിഡന്റ് ധന്യ സുരേഷ്, സെക്രട്ടറി പ്രജിത്ത് പീതാംബരൻ എന്നിവർ അറിയിച്ചു. മലയാള സാഹിത്യ രംഗത്തെ കുലപതി MT വാസുദേവൻ നായരുടെ വേർപാടിൽ പ്രിയദർശിനി പബ്ലിക്കേഷൻ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. മലയാള സാഹിത്യത്തിന് MT നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. മലയാളത്തിൻ്റെ അക്ഷരസുകൃത്തത്തിൻ്റെ വിട അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവർക്ക് നികത്താനാവാത്ത ഒന്നാണെന്നും മലയാളി ഉള്ളിടത്തോളം കാലം MT ജനഹൃദയങ്ങളിൽ ജീവിച്ചിരിക്കുമെന്നും പ്രിയദർശിനി പബ്ലിക്കേഷൻ ബഹ്റൈൻ കോർഡിനേറ്റർ സയ്യിദ് MS അറിയിച്ചു. സൽമാനിയ കാനുകാടിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി 92ാമത് ശിവഗിരി തീർത്ഥാടന സമ്മേളനം അതിവിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുന്നു. ഇന്ന് വൈകിട്ട് 8 മണിക്ക് സൊസൈറ്റിയിലെ കുമാരനാശാൻ ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ശിവഗിരി മഠം ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗം ശ്രീമദ് വിശാലാനന്ദ സ്വാമികൾ മുഖ്യ അതിഥിയായിരിക്കും. ശ്രീനാരായണീയ ദർശനങ്ങൾ വത്തിക്കാനിലെത്തിച്ച സർവമത സമ്മേളനത്തിന്റെ മുഖ്യ സംഘാടകനായിരുന്ന പ്രമുഖ വ്യവസായി KG ബാബുരാജിനെ ചടങ്ങിൽ ആദരിക്കും. ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന GSS ചെയർമാൻ സനീഷ് കൂറുമുള്ളിന് ബ്രഹ്മശ്രീ വിശാലാനന്ദ സ്വാമികൾ ധർമ്മ പതാക കൈമാറുന്ന ചടങ്ങ് നടക്കും. ഇന്ത്യൻ സ്കൂൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മിഥുൻ മോഹൻ, നരേന്ദ്രമോദി മിഷാർ മഞ്ച് വൈസ് പ്രസിഡന്റും സാമൂഹിക പ്രവർത്തകനുമായ സോവിച്ചൻ പൊന്നാട്ടുശ്ശേരി എന്നിവർ ചടങ്ങിന് ആശംസകൾ അറിയിച്ചു. മലയാളത്തിൻ്റെ ഇതിഹാസ സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ നിര്യാണത്തിൽ ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി അനുശോചനം രേഖപ്പെടുത്തി. എൻ്റെ ഭാഷ താൻ തന്നെയാണ് എന്നെഴുതിയ MT മടങ്ങുമ്പോൾ അനാഥമാകുന്നത് സാഹിത്യത്തിലെ വലിയൊരു കാലഘട്ടമാണ് നമ്മൾക്ക് നഷ്ടപ്പെടുന്നതെന്ന് സൊസൈറ്റി ചെയർമാൻ സനീഷ് കോറുമുള്ളിൽ അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. MT വാസുദേവൻ നായരുടെ നിര്യാണത്തിൽ SNCS ബഹ്റൈൻ അനുശോചനം രേഖപ്പെടുത്തി. മലയാള സാഹിത്യത്തിലും സിനിമാ മേഖലയിലും ഒട്ടനവധി സംഭാവനകൾ നൽകിയിട്ടുള്ള അതുല്യ പ്രതിഭയും നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് MT വാസുദേവൻ നായരുടെ നിര്യാണം മലയാള സാഹിത്യത്തിനും സിനിമാ ലോകത്തിനും തീരാ നഷ്ടമാണെന്നും ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി ബഹ്റൈൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. MT വാസുദേവൻ നായരുടെ നിര്യാണത്തിൽ കൊല്ലം പ്രവാസി അസോസിയേഷൻ അനുശോചനം രേഖപ്പെടുത്തി. മലയാള ഭാഷയ്ക്കും എഴുത്തിനും തീരാ നഷ്ടമാണ് MTയുടെ വിയോഗം. അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകൾ എക്കാലവും മലയാളികളുടെയും ലോക സാഹിത്യ പ്രേമികളുടെയും മനസ്സുകളിൽ നിലനിൽക്കും. MTയുടെ വിയോഗം സാംസ്കാരിക കേരളത്തിന് തീരാ നഷ്ടമായിരിക്കുന്നുവെന്നും കുടുംബത്തിൻ്റെയും നാടിൻ്റെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായും കൊല്ലം പ്രവാസി അസോസിയേഷൻ സെക്രട്ടറി കമ്മിറ്റി അറിയിച്ചു. MT വാസുദേവൻ നായരുടെ നിര്യാണത്തിൽ അനുശോചിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ശബ്ദമില്ലാത്തവർക്കും പാർശ്വവൽകൃതർക്കും MT ശബ്ദമായെന്നും നരേന്ദ്രമോദി അനുസ്മരിച്ചു. MTയുടെ കൃതികൾ തലമുറകളെ പ്രചോദിപ്പിക്കുമെന്നും മോദി പറഞ്ഞു. എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ.
മുൻ പ്രധാനമന്ത്രിയും സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചു. 92 വയസ്സായിരുന്നു. ശ്വാസതടസ്സം അനുഭവപ്പെട്ട വീട്ടിൽ കുഴഞ്ഞുവീണ അദ്ദേഹത്തെ വ്യാഴാഴ്ച രാത്രി 8 ഡൽഹി എയിംസിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. 9:51 അന്ത്യം. ഇന്ത്യയുടെ 13ാമത്തെയും 14ാമത്തെയും പ്രധാനമന്ത്രിയും അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായിരുന്നു മൻമോഹൻ സിംഗ്. ഇന്ത്യ വിഭജനത്തിന് മുൻപ് ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഗായിൽ 1932 സെപ്റ്റംബർ 26 ഗുർമുഖ് സിംഗിൻ്റെയും അമൃത് കൗറിൻ്റെയും മകനായിരുന്നു ജനനം. ഇന്ത്യ വിഭജനത്തിന് ശേഷം കുടുംബം അമൃത്സറിൽ നിന്ന് കുടിയേറി. അമൃത്സറിലാണ് മൻമോഹൻ വളർന്നത്. പഞ്ചാബ് സർവകലാശാലയിൽ നിന്നും ഉന്നത മാർക്കോടെ MA പാസ്സായി. 1957 കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ 1ാം ക്ലാസ് ഓണേഴ്സ് ബിരുദം നേടി. 1962 ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ നഫീൽഡ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ DPhil പൂർത്തിയാക്കി. 1971 കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൽ സാമ്പത്തിക ശാസ്ത്ര ഉപദേഷ്ടാവായി. 1972 ധനമന്ത്രാലയത്തിൻ്റെ മുഖ്യ സാമ്പത്തിക ശാസ്ത്ര ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ടു. പിന്നീട് റിസർവ് ബാങ്ക് ഗവർണർ എന്ന നിലയിലും അന്താരാഷ്ട്ര നാണയനിധി അംഗമെന്ന നിലയിലും ശ്രദ്ധ നേടി. മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് രാഷ്ട്രീയത്തിലെത്തിയത്. 1991 PV നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായി. 2004 മെയ് 22 ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിലെത്തി. സിഖ് മതസ്ഥനായ ആദ്യ പ്രധാനമന്ത്രിയും ഹൈന്ദവ സമുദായത്തിൽ നിന്നല്ലാത്ത പ്രധാനമന്ത്രിയാവുന്ന ആദ്യത്തെ വ്യക്തിയുമായിരുന്നു അദ്ദേഹം. 2009 പൊതുതെരഞ്ഞെടുപ്പിൽ UPA വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ മൻമോഹൻ സിംഗ് വീണ്ടും പ്രധാനമന്ത്രിയായി. 2014 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. KSRTC ബസ് കാറിലിടിച്ച് റാന്നി സ്വദേശി മരിച്ചു. പഴവങ്ങാടി കരിക്കുളം വെട്ടുമണ്ണിൽ VG രാജനാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഭാര്യ ബീന, മക്കൾ ഷേബയുടെ മകൾ ജുവാന ലിജു എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാത്രി 9 TK റോഡിൽ പുല്ലോടിന് സമീപം കനാൽ പാലത്തിനരികെയാണ് അപകടം. കോട്ടയത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് വരികയായിരുന്ന തിരുവല്ല ഡിപ്പോയിലെ ബസ് വാഹനങ്ങളെ മറികടന്ന് വരുന്നതിനിടെയാണ് അപകടമെന്നും പോലീസ് പറഞ്ഞു. കുമ്പനാട്ട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറ് രാജനാണ് കാർ ഓടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ നിരങ്ങി നീങ്ങിയ കാറ് വഴിയരികിലെ മതിലിനോട് ചേർന്ന് നിശേഷം തകർന്നു. നാട്ടുകാരും തിരുവല്ലയിൽ നിന്നെത്തിയ ഫയർഫോഴ്സും കോയിപ്പുറം SI ഷൈജുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസും ചേർന്ന് കാറ് വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത്. കുമ്പനാട് കേന്ദ്രീകരിച്ച് കെട്ടിട നവീകരണ ജോലികൾ കരാറെടുത്ത് നടത്തുകയായിരുന്നു രാജൻ. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.